ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇനി ഓൺലൈനിലുള്ള പരിപാടി നമുക്ക് വേണ്ട. ദാസേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ പിറന്നാൾ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അമേരിക്കയ്ക്ക് വരാം, എന്നിട്ട് അവിടെ വന്നിട്ട് ദാസേട്ടനെ നേരിട്ട് വിഷയമാണെന്ന് ഞാനിങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ദാസേട്ടൻ എന്നോട് തീർച്ചയായിട്ടും അടുത്ത പിറന്നാളിൽ നേരിട്ട് വരും, നമുക്ക് ഒന്നിച്ച് കാണാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ദാസേട്ടൻ, നിങ്ങളെല്ലാവരും പോലെ നമുക്ക് ദാസേട്ടനെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വിളിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ജനുവരി 5-ാം തീയതി ഇവിടെ എത്തണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ സാധിച്ചില്ല. അത് ഇനി ഏത് ദിവസമാണ് വരുന്നതെന്ന് എനിക്കിപ്പോൾ പറയാനും പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, പണ്ടൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മോഹൻലാൽ ദാസാന്നാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മര്യാദ കൊണ്ട് ദാസേട്ടനാക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ദാസേട്ടനും കൂടെ ഏതാണ്ട് അരമണിക്കൂറോളം ഒരുപാട് തമാശകൾ പറഞ്ഞിരിക്കാനൊക്കെ ഉള്ളൊരു സമയമുണ്ടായി. നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയായിട്ട് കാണുന്നത് അങ്ങനെയാണ്. ദാസേട്ടനോട് ഫോണിൽ സംസാരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ദാസേട്ടൻ്റെ ഒരു വോയിസ് മെസ്സേജ് എൻ്റെ ഫോണിൽ വരിക, അതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന സന്ദർഭങ്ങൾ അതൊക്കെയാണ്. ദാസേട്ടൻ്റെ ഷഷ്ടിപൂർത്തിക്കാണ് 2000 ജനുവരി 10-നാണ് ഞാൻ ആദ്യമായിട്ട് ദാസേട്ടനെ പിറന്നാൾ വിഷയം വേണ്ടി വിളിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ ജനുവരി 10-നും എനിക്ക് ദാസേട്ടനെ വിളിച്ച് വിഷയം സാധിച്ചിട്ടുണ്ട്. ദാസേട്ടൻ്റെ ഈ ഇങ്ങനെയുള്ള പിറന്നാൾ ആഘോഷം